മഹാജ്ഞാനം 5-ാം അധ്യായം 8 മുതൽ 13 വരെ തിരുവചനങ്ങൾ. ബാരക്കുമോർ. നമ്മുടെ നിഗളം നമുക്ക് എന്ത് അവകാശം വരുത്തി? വെറും നിഴൽ പോലെ ഇവയെല്ലാം കടന്നുപോകുന്നു. മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന വാർത്ത പോലെയും സമുദ്രത്തിലെ ഓളത്തിലൂടെ പോകുന്ന നൗക പോലെയും തന്നെ. അത് കടന്നുപോയി കഴിഞ്ഞാൽ അതിൻ്റെ പാത അറിയപ്പെടുന്നില്ല. ഓളങ്ങളുടെ പാതയിൽ അതിൻ്റെ പ്രത്യേക വഴിയില്ലല്ലോ. പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുകയില്ല. അതിൻ്റെ ചിറകടിക്കുമ്പോൾ മന്ദമാരുതനെ അത് ചലിപ്പിക്കുന്നു, മുറിക്കുന്നു. അതിൻ്റെ പക്ഷങ്ങളുടെ പറക്കലിൻ്റെ ശക്തി കൊണ്ട് വായുവിനെ അത് വിഭാഗിക്കുന്നു. അതിൻ്റെ ചിറകടിക്കൽ മൂലം അത് സഞ്ചരിക്കുന്നു. അത് ഏതു വഴി കടന്നുപോയി എന്നറിയപ്പെടുന്നുമില്ല. അതിൻ്റെ വഴിയിലേക്ക് വരാൻ ആർക്കും സാധ്യവുമല്ല. വായുവിനെ കുത്തിത്തുളയ്ക്കുന്ന രീതിയിൽ അസ്ത്രം പായുന്നു. എന്നാൽ തൽക്ഷണം തന്നെ വായു അതിൻ്റെ യഥാസ്ഥാനം പ്രാപിക്കുന്നു. അതിൻ്റെ വഴിയും അറിയപ്പെടുന്നില്ല. ഇങ്ങനെ നാമും ജനിച്ചു മരിച്ചു. നല്ല അടയാളമൊന്നും കാണിപ്പാൻ നമുക്ക് സാധിച്ചില്ല. പ്രത്യുത നമ്മുടെ തിന്മയാൽ നാം നശിച്ചു. കർത്താവേ, നിന്റെ സ്ലീവായാൽ ഞങ്ങൾക്ക് പാപപരിഹാരം ലഭിക്കുമാറാകണമേ. കഠിന കുറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിക്കപ്പെടുമാറാകണമേ. ആമേൻ.